ഡാറ്റാ സയൻസിൽ ഇനി കുറച്ച് പോർഷൻസ് ഞാൻ ഓൺലൈനായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇടാൻ പോവുകയാണേ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞു നിർത്തിയത് ഡാറ്റ ഇൻ്റഗ്രേഷനാണ്. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഡാറ്റ സെറ്റ് ഉണ്ട്. ഈ ഡാറ്റ സെറ്റ് നമ്മൾ എന്തോ ഒരു അനാലിസിസ് വർക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ സോഴ്സുകളാണ്. അതിന് ഏത് അനാലിസിസ് വർക്കാണോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പർപ്പസിന് ആവശ്യമായിട്ടുള്ള രീതിക്ക് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഡാറ്റ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക, ഡാറ്റ ക്വാളിറ്റി കൂട്ടുക, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഡാറ്റയുടെ ക്വാളിറ്റി കൂട്ടുക, പിന്നെ പെർഫോമൻസ്. നമ്മൾ ഒരു റൂള് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ റൂളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡൽ എന്ന്. ഇപ്പോൾ ഒരു അസോസിയേഷൻ റൂളാവാം, റിഗ്രഷൻ റൂളാവാം, അങ്ങനെ ഒരു റൂള് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ മോഡൽ എന്നാണ് പറയുക. ആ മോഡലിൻ്റെ പെർഫോമൻസിനെ കൂട്ടും. മോഡൽ പെർഫോമൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഡാറ്റ സയൻസിൻ്റെ അനാലിസിസ് വർക്കിൻ്റെ പെർഫോമൻസിനെ കൂട്ടാനായിട്ട് സഹായിക്കും എന്നാണ്. പിന്നെ അടുത്ത ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന അനാലിസിസ് വർക്കും ആ അനാലിസിസിൻ്റെ റിപ്പോർട്ട് വിഷ്വലൈസ് ചെയ്യുന്നതും ഒക്കെ ഈസി ആയിട്ട് മാറും, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് ട്രാൻസ്ഫോർമേഷൻ നടത്തിയെന്ന് വെച്ചാൽ ഈസി അനാലിസിസ് നടത്താൻ പറ്റും. അതേപോലെ തന്നെ വിഷ്വലൈസേഷനും നമുക്ക് എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് നമ്മൾ കഴിഞ്ഞ ഇൻ്റഗ്രേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഡാറ്റ സോഴ്സുകളെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എന്തിനാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡാറ്റ സോഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാം. പിന്നെ സ്കേലബിലിറ്റി കൂട്ടും, ഇംപ്രൂവ് സ്കേലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കേലബിലിറ്റി എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്കുണ്ട്. ആ ഡാറ്റയെ നമുക്ക് കുറച്ചും കൂടെ കൂടുതലാക്കുക, അതിൻ്റെ വോള്യം കൂട്ടാൻ. അതിനാണ് സ്കേലബിൾ ആണെന്ന് പറയുന്നത്. നമുക്ക് അതിലേക്ക് എത്ര എണ്ണത്തിന് വേണമെങ്കിലും ആഡ് ചെയ്യാം, എത്ര തിരിച്ചു ആവാം, അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ സ്കേലബിലിറ്റി കൂട്ടാൻ സഹായിക്കും. അതേപോലെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്സ് ഇൻ ഫീച്ചർ എൻജിനീയറിങ്ങിലും അതിന് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫീച്ചർ എൻജിനീയറിങ് നടത്താൻ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതും ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് വിൽ കൺവേർട്ട് ദ ഡാറ്റാസ് which is suitable for the അനാലിസിസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഡാറ്റയെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇൻ്റഗ്രേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകൾ, അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്ന്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നോർമലൈസേഷനാണ്. അപ്പോൾ സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ എന്ന് പറയും. സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ. ഇത് ഈ നോർമലൈസേഷൻ എന്താണ്, അതെങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നോർമലൈസേഷൻ എന്താണ്? പല സ്കെയിലുകളിൽ നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെല്ലാം കൂടെ ഒരു നോർമൽ റേഞ്ചിലേക്ക്, ഒരു പർട്ടിക്കുലർ ഡാറ്റ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു സെറ്റ് പർട്ടിക്കുലർ ഡാറ്റ വാല്യൂയിലേക്ക് മാറ്റി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോർമലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 2-3 തരത്തിലുള്ള നോർമലൈസേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ നോർമലൈസേഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് സബ് ടോപ്പിക് എന്ന് പറയുന്നത് മിൻ മാക്സ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. മിൻ മാക്സ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു
പർട്ടിക്കുലർ റേഞ്ചിലേക്ക് വാല്യൂസിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇക്വേഷൻ ബേസ്ഡ്, ഒരു ഫോർമുല ബേസ്ഡ് മെത്തേഡാണ് മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിൻമാക്സ് സ്കെയിലിങ്ങിൽ എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് നോർമലൈസ്ഡ് വാല്യൂ. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ, ഇപ്പോൾ ഇൻകം ആണെങ്കിൽ ഇൻകം ആ കാറ്റഗറിയിലുള്ള മിനിമം വാല്യൂ എത്രയാണ്, മാക്സിമം വാല്യൂ എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് ആ മിനിമം വാല്യൂ മാക്സിമം വാല്യൂവും വെച്ചിട്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ റോയിലുള്ള വാല്യൂ എക്സ് ആണെന്ന് വെച്ചാൽ എക്സ് മൈനസ് എക്സ് മിനിമം ഡിവൈഡഡ് ബൈ എക്സ് മാക്സിമം മൈനസ് എക്സ് മിനിമം. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കിട്ടുന്ന വാല്യൂ ആണ് എന്താ, നോർമലൈസ്ഡ് വാല്യൂ. ഇപ്പോൾ നമ്മൾ ഒരു ടേബിൾ എടുത്തു, ഒരു ഡാറ്റ സോഴ്സ് എടുത്തു, അതിലൊരു 10th റോയിൽ കിടക്കുന്ന വാല്യൂ, അതിനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10th റോയിൽ കിടക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സ് എന്ന് വിളിക്കുന്നത്. അതിൽ ഇപ്പോൾ ഇൻകം ആണെങ്കിൽ ആ 10th റോയിൽ കിടക്കുന്ന ഇൻകമാണ് ഈ എക്സ് എന്ന് പറയുന്നത്. മിനിമം എന്ന് പറയുന്നത് ആ കോളത്തിൽ എക്സിന് ഉള്ള ഏറ്റവും മിനിമം വാല്യൂ, മാക്സിമം എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ. അപ്പോൾ ഓരോന്നിനും നമുക്കൊരു നോർമലൈസ്, 10th റോയിൽ കിടക്കുന്നതിന് ഒരു നോർമലൈസ്ഡ് വാല്യൂ കിട്ടും, അടുത്തതിന് വേറൊരു നോർമലൈസ്ഡ് വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ വേറൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ്, അതാണ് ഈ പറയുന്ന മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ എഴുതി വയ്ക്കണം. എക്സ് മിനിമം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിന് ഉള്ള ഏറ്റവും മിനിമം വാല്യൂ, എക്സ് മാക്സിമം എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ ആട്രിബ്യൂട്ടിനുള്ള ഏറ്റവും മാക്സിമം വാല്യൂ. ഈ നോർമലൈസേഷൻ മീൻസ് മാക്സ് സ്കെയിലിംഗ് നടത്തി കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, എക്സ് നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് നിങ്ങൾക്ക് ഈ എക്സിന് നിങ്ങൾക്ക് ആക്ച്വൽ വാല്യൂ എന്നോ എന്താണെന്ന് വെച്ചാൽ പറയാം, ഒറിജിനൽ വാല്യൂ എന്നോ ആക്ച്വൽ വാല്യൂ എന്നോ എന്താണെന്ന് വെച്ചാൽ എക്സിനെ വിളിക്കാം. ഓക്കെ, ഒരു ഇക്വേഷൻ എഴുതി വയ്ക്കുമ്പോൾ എപ്പോഴും ഓരോന്നും എന്താണ്, ഈ എക്സ് നോർമലൈസ്ഡ് വാല്യൂ എന്താണ്, മാക്സിമം വാല്യൂ എന്താണ്, മിനിമം വാല്യൂ എന്താണ് എന്നുള്ളത്. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞ എക്സ് മാക്സ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ മാക്സിമം വാല്യൂ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആട്രിബ്യൂട്ട്. അതേപോലെ മിനിമം എന്ന് പറയുമ്പോൾ അതിന് ആ നമ്മൾ കോളത്തിലല്ലേ പറയുക, ആ കോളത്തിലുള്ള ഏറ്റവും മിനിമം വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് എക്സ് മിനിമം. ഓക്കെ, ഇത് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിട്ടും നിങ്ങൾക്ക് ചോദിക്കാം, എന്താണ് മിൻമാക്സ് സ്കെയിലിംഗ് എന്ന് ചോദിക്കാം. ഇനി അടുത്ത രണ്ടാമത്തതെന്ന് പറയുന്നത് 3 എണ്ണാണുള്ളത് സ്കെയിലിങ്ങിൽ. രണ്ടാമത്തതെന്ന് പറയുന്നത് സെറ്റ് സ്കോർ നോർമലൈസേഷൻ. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കേട്ട ഓർമ്മയൊക്കെ ഉണ്ടാവും. സെറ്റ് സ്കോർ നോർമലൈസേഷൻ എന്ന് നിങ്ങളുടെ നോട്ടിലും എഴുതിയിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഒരു സ്കെയിലിംഗ് നടത്തുന്ന, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾക്ക് ഒരു ഈ ഇൻകം എന്ന് പറയുന്ന ഒരു എന്താണെന്ന് വെച്ചാൽ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ഒരു ഫീച്ചർ ഉണ്ടെന്ന് വെച്ചാൽ ആ ഫീച്ചറിൻ്റെ മീൻ വാല്യൂവും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യും. അതെന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അത് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, ആ പർട്ടിക്കുലർ ഫീച്ചറിൻ്റെ, ആ ആട്രിബ്യൂട്ടിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെറ്റ് സ്കോർ നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സെറ്റ് സ്കോർ നോർമലൈസേഷന് പലപ്പോഴും സെറ്റ് സ്കോർ സ്റ്റാൻഡർഡൈസേഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോർമുല ബേസ്ഡ് ആണ്. എക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ എന്തൊക്കെ എടുക്കുന്നുണ്ട്, ഒരു മീൻ വാല്യൂ എടുക്കുന്നുണ്ട്, അതേപോലെ രണ്ടാമത്തെ എന്താ പറഞ്ഞത്, ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻ വാല്യൂവിന് മ്യൂ എന്ന് പറയുന്നത് കൊണ്ടും ലെറ്റർ കൊണ്ടും ഇതിന് സിഗ്മ എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ടെന്ന് വെച്ചാൽ, സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ, എക്സിൻ്റെ സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ വാല്യൂവിൽ നിന്നും എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് വാല്യൂ. ഇങ്ങനെ ഈ പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്ന നോർമലൈസേഷനെ പറയുന്ന പേരാണ്
എന്താ സെറ്റ് സ്കോർ നോർമലൈസേഷൻ. അപ്പം നമ്മൾ ആദ്യത്തത് മിൻമാക്സ് സ്കെയിലിംഗ് പറഞ്ഞു, രണ്ടാമത്തത് സെറ്റ് സ്കോർ നോർമലൈസേഷൻ അല്ലെങ്കിൽ സെറ്റ് സ്കോർ സ്റ്റാൻഡർഡൈസേഷൻ. ഇവിടെ നമ്മൾ എന്തുപയോഗിക്കുന്നു? മീൻ വാല്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിച്ച് ചെയ്യും. ഓക്കെ, ഈ ഇക്വേഷനിലും നിങ്ങൾ ഫോർമുലയിലും ഓരോന്നും എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു റോബസ്റ്റ് സ്കെയിലിംഗ് മെത്തേഡാണ്. റോബസ്റ്റ് സ്കെയിലിംഗ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇതിൽ ഒരു IQR എന്ന് പറയുന്ന ഒരു വാല്യൂ യൂസ് ചെയ്യുന്നുണ്ട്. IQR എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയും. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത് ഔട്ട്ലയർ അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 100% ഉണ്ടെങ്കിൽ ആ 100%ന് നമ്മൾ 4 ക്വാർട്ടറുകളായിട്ടല്ലേ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 25% വീതം നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനാണ് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്ന് പറയുന്നത്. ആ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിൽ ഏതിലാണോ നമ്മൾക്ക് അതിന് ആ പറയുന്ന എക്സിൻ്റെ വാല്യൂവിനെ ഈ ഫസ്റ്റ് ക്വാർട്ടറിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നതെങ്കിൽ അതിൽ ഉൾപ്പെടുത്തുക, തേർഡ് ക്വാർട്ടറിലാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത് വെച്ചാൽ അതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ സ്കെയിലിംഗ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോബസ്റ്റ് സ്കെയിലിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കിൽ മൂന്നെണ്ണാണുള്ളത്. ആദ്യം പറഞ്ഞത് സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ എന്നുള്ളതിൽ മിൻമാക്സ് സ്കെയിലിംഗ് ഉപയോഗിക്കുന്നുണ്ട്. മിൻമാക്സ് സ്കെയിലിങ്ങിൻ്റെ ഫോർമുല ഇതാണ്. അതിന് നോർമലൈസ്ഡ് വാല്യൂ കിട്ടുന്നു. മിനിമം വാല്യൂ മാക്സിമം വാല്യൂവും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിൻമാക്സ് സ്കെയിലിംഗ് നടത്തുന്നത്. അടുത്തെന്ന് പറയുന്നത് സെറ്റ് സ്കോർ നോർമലൈസേഷൻ. ഇതിൽ നമ്മൾ മീൻ വാല്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആ ഫീച്ചറിൻ്റെ മീൻ വാല്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉപയോഗിക്കും. അതിൽ നിന്നും നമ്മളൊരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് സ്റ്റാൻഡേർഡൈസ്ഡ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് റോബസ്റ്റ് സ്കെയിലിംഗ് ആണ്. അതിൽ നമ്മൾ IQR എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച്. ഒരു 4 ക്വാർട്ടറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലേതിലാണോ നിങ്ങൾക്ക് അതിനെ ഉൾപ്പെടുത്താൻ പറ്റുന്നത് അതിലേക്ക് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇതാണ് സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഇനി രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ രണ്ടാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് എൻകോഡിംഗ് ആണ്. എൻകോഡിംഗ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാറ്റഗറി ആക്കി മാറ്റാൻ പറ്റുന്ന ചില വേരിയബിൾസ് ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 0 അല്ലെങ്കിൽ 1 ട്രൂ ഓർ ഫോൾസ് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുന്നത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റിലേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, അഡൾട്ട് അല്ലെങ്കിൽ യൂത്ത് അങ്ങനെയൊക്കെയുള്ള സെക്ഷനിലേക്ക് മാറ്റി പറയാൻ പറ്റുന്നത്. അങ്ങനെ കാറ്റഗറിക്കലി നിങ്ങൾക്ക് വേരിയബിളുകളെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻകോഡിംഗ് എന്ന് വിളിക്കുന്നത്. സോ ഇത് നമുക്ക് ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്ന വേരിയബിൾസിന് മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാറുള്ളൂ. കാറ്റഗറൈസബിൾ വേരിയബിൾസിനാണ് എന്തുപയോഗിക്കുന്നത്? ഈ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് 3 തരത്തിൽ ജനറേറ്റ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് 3 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറയും. വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാണ്. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബൈനറി വേരിയബിൾ ഉപയോഗിച്ച് 0 ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ 1 ഉപയോഗിച്ചിട്ടോ നിങ്ങൾ ആ പറയുന്ന കാറ്റഗറി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് 0, 1 എന്ന് പറയുന്ന അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വൺ ഹോട്ട് എൻകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 0 അല്ലെങ്കിൽ 1 ഇങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നു മെയിൽ ഓർ ഫീമെയിൽ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെന്ന് പറയുന്നത് ലേബൽ എൻകോഡിംഗ് ആണ്. ഈ ലേബൽ എൻകോഡിംഗ് എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള വൺ ഹോട്ട് എൻകോഡിംഗ് ആണ്. പക്ഷേ ഇവിടെ നമ്മൾ 2 വാല്യൂസ് അല്ല, നമുക്ക് 1, 2, 3, 4 എന്ന് പറയുന്ന
കുറച്ച് വേരിയബിൾസ് ഉപയോഗിക്കാം. ലേബലുകൾ ഉപയോഗിക്കുക എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ടൈപ്പിന് 1 എന്ന് പറയുന്ന ലേബൽ കൊണ്ട് സൂചിപ്പിക്കുന്നു, അടുത്തൊരു കാറ്റഗറിയെ 2 കൊണ്ട് സൂചിപ്പിക്കുന്നു, അടുത്തൊരു കാറ്റഗറിയെ 3 കൊണ്ട് സൂചിപ്പിക്കുന്നു, അങ്ങനെ ചെയ്യുന്നതിന്. ഓക്കെ, ഇനി അടുത്ത ഒരു എൻകോഡിംഗ് മെത്തേഡാണ് ബൈനറി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ബൈനറി എൻകോഡിംഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇത് ബൈനറി റെപ്രസെൻറ്റേഷൻ ആക്കിയിട്ട് ഓരോ കാറ്റഗറീനെയും ബൈനറി റെപ്രസെൻറ്റേഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ 2 എന്നുള്ള ഉദ്ദേശമില്ല, ബൈനറി കോഡാക്കിയിട്ട് ബൈനറി റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ബൈനറി എൻകോഡിംഗ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെന്ന് പറയുന്നത് ടാർഗറ്റ് എൻകോഡിംഗ് ആണ്. ടാർഗറ്റ് എൻകോഡിംഗ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഒരു കാറ്റഗറിയിലുള്ള ഒരു ഇപ്പോൾ എന്താ ഇപ്പോൾ എക്സാമ്പിൾ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇൻകമാണ് എടുക്കുന്നതെന്ന് കരുതുക. ആ ഇൻകത്തിന് നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഏതെങ്കിലും ഒരു ആവറേജ് വാല്യൂ കൊണ്ടോ ഒരു മോഡ് വാല്യൂ കൊണ്ടോ ഒരു മീഡിയൻ വാല്യൂ കൊണ്ടോ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാർഗറ്റ് എൻകോഡിംഗ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എൻകോഡിംഗ് എന്ന് പറയുന്ന രണ്ടാമത്തെ ടെക്നിക്കിലുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ടെക്നിക്ക് നമ്മൾ പറഞ്ഞു സ്കെയിലിംഗ് ആൻഡ് നോർമലൈസേഷൻ, രണ്ടാമത്തെ ടെക്നിക്ക് എൻകോഡിംഗ് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ ടെക്നിക്ക്. ഇനി മൂന്നാമത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് ലോഗ് ട്രാൻസ്ഫോർമേഷൻ. മൂന്നാമത്തത് ലോഗ് ട്രാൻസ്ഫോർമേഷൻ. ഈ ലോഗ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സ്ക്യൂഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എങ്കിൽ, അതായത് വളരെ വലിയ വാല്യൂ ആയിട്ടാണ് നിങ്ങൾക്ക് ഒരു ഡാറ്റ നിങ്ങൾക്ക് സൂക്ഷിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 10 or 15 ഡെസിമൽ പ്ലേസ് വരുന്ന ഒരു വാല്യൂ, അതല്ലെങ്കിൽ വലിയൊരു എക്സ്പോണൻഷ്യൽ വാല്യൂ വരുന്ന ഡാറ്റ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളവിടെ ലോഗരിതമെറ്റിക് വാല്യൂ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു ഡാറ്റ, അത് ഒരു എക്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ആക്ച്വൽ ഡാറ്റ. ഇതെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ 8.12345 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അതല്ലെങ്കിൽ ഇതിൻ്റെ x to the power of 41 or 42 അങ്ങനെയൊക്കെ ആയിട്ട് വളരെ വലിയൊരു ഡാറ്റയായിട്ട് പോവുകയാണെങ്കിൽ ഈ എക്സിനെ നമ്മളൊരു ലോഗരിതമിക് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കുക. അപ്പോൾ ഒരു എക്സ് ഡാഷ് എന്ന് പറയുന്ന ഒരു നോർമലൈസ്ഡ് വാല്യൂ ഉണ്ടാക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് പ്ലസ് ഒരു സ്കേലാർ വാല്യൂ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഒരു ലോഗരിതമെറ്റിക് വാല്യൂ ഉപയോഗിച്ചിട്ട് ഡാറ്റയെ ട്രാൻസ്ഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോഗ് ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, അടുത്തത് നാലാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ലോഗ് ട്രാൻസ്ഫോർമേഷൻ പോലെ തന്നെ അടുത്ത ഒന്നാണ് പവർ ട്രാൻസ്ഫോർമേഷൻ. പവർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ്. ഇതിൽ തന്നെ 2 തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് പറയുന്നുണ്ട്. ബോക്സ് എന്നും രണ്ടാമത്തത് ഇയോ ജോൺസൺ എന്നും. ഇങ്ങനെ 2 മെത്തേഡുകളുണ്ട്. കണ്ടിന്യൂസ് ഡാറ്റാസിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു നോർമലൈസ്ഡ് മെത്തേഡ് വഴി, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വഴി ഉപയോഗിക്കുന്ന ആദ്യം വന്നിട്ടുള്ള ഒരു മെത്തേഡാണ് ബോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് ഇയോ ജോൺസൺ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അത് നിങ്ങൾക്കിതിൻ്റെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻസും ഇതൊന്നും നിങ്ങൾക്ക് സിലബസിലും ഇല്ല. അത് നമുക്ക് കുറച്ച് ടഫായിട്ടുള്ളൊരു പാർട്ടും കൂടിയാണ്. ഓക്കെ,
അടുത്ത കുറച്ച് മെത്തേഡുകളുണ്ട്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് അധികം നമ്മൾ മാത്തമാറ്റിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതാണ്. ഇനി വരുന്നത് കുറച്ച് റെഗുലർ ആയിട്ടുള്ള മെത്തേഡുകളാണ്. ഓക്കെ, അഞ്ചാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ബിന്നിങ്. ബിന്നിങ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ബിന്നുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ബിന്നുകളായിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ ഇന്ന് ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ പല, ഇപ്പോൾ ഏജിൻ്റേതാണെങ്കിൽ യൂത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നു, പിന്നെ അഡൾട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ടാക്കുന്നു. ഇങ്ങനെ 2 കാറ്റഗറി ഉണ്ടാക്കിയാൽ നമുക്ക് ആ യൂത്ത് എന്ന് പറയുന്നതിനെ ഒരു ബിന്നായിട്ട് കണക്കാക്കും, അഡൾട്ട് എന്ന് പറയുന്നതിന് വേറൊരു ബിന്നായിട്ട് കണക്കാക്കും. ബിന്നെന്ന് പറഞ്ഞാൽ അറിയാലോ, വലിയൊരു പാത്രത്തിനെയാണ് നമ്മൾ ബിന്നെന്ന് പറയുന്നത്. ആ ബിന്നിലേക്ക് നമ്മൾ ആ വാല്യൂസിനെ മാത്രം, യൂത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ ഒന്നാമത്തെ ബിന്നിൽ കൊണ്ടുവന്നിടും, അഡൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസിനെ രണ്ടാമത്തെ ബിന്നിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബിന്നിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ബിന്നിങ്. അപ്പോൾ നമ്മൾക്കിതിനെ പറയാം, ഇറ്റ് ഡിവൈഡ്സ് the data to discrete categories. ഇതിൽ തന്നെ 2 തരത്തിലുള്ള ബിന്നിങ്ങുകൾ നിങ്ങൾക്ക് നടത്താം. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഈക്വൽ വിഡ്ത്ത് ബിന്നിങ്. രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈക്വൽ ഫ്രീക്വൻസി ബിന്നിങ്. ഈക്വൽ വിഡ്ത്ത് ബിന്നിങ്, ഈക്വൽ ഫ്രീക്വൻസി ബിന്നിങ്, ഇങ്ങനെ 2 തരത്തിലുള്ള ബിന്നിങ്ങുകൾ നമുക്ക് നടത്താം. ഈക്വൽ വിഡ്ത്ത് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ EQ സൈസ്ഡ് ആയിരിക്കും, ഒരേ ഇൻ്റർവെല്ലുള്ളതായിരിക്കും ഈക്വൽ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈക്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ എത്ര എണ്ണം എന്നുള്ളത്, അപ്പോൾ അത് നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നതിനെയാണ് ഈക്വൽ ഫ്രീക്വൻസി ബിന്നിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള എന്താ പറയുക ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഡാറ്റ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡാറ്റ ക്ലീൻ ചെയ്ത് പ്രീ പ്രോസസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോഴും കുറച്ച് മിസ്സിംഗ് ഡാറ്റാസൊക്കെ ഉണ്ടാവും. ആ മിസ്സിംഗ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡുകൾ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലും ഉണ്ടാവും. അതേപോലെ ഫീച്ചർ എഞ്ചിനീയറിങ്, ഇനി അപ്പുറത്തേക്ക് പോകുന്ന ഫീച്ചർ എഞ്ചിനീയറിങ്ങിന് വേണ്ട കുറച്ച് അതിനെ ഈസി ആക്കുന്ന മെത്തേഡുകൾ നിങ്ങൾക്കിതിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇൻ്റഗ്രേഷനിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനെ സഹായിക്കുന്ന അനാലിസിസ് വർക്കിനെ സഹായിക്കുന്ന ഒരു പുതിയൊരു ഡാറ്റ നിങ്ങൾക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം, 2 എണ്ണത്തിനെ തമ്മിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വെച്ചാൽ അതൊക്കെ എവിടെ നടത്താം? ഫീച്ചർ എഞ്ചിനീയറിങ്ങിൽ നിങ്ങൾക്ക് നടത്താം. 2 ആട്രിബ്യൂട്ടുകൾ കൺസിഡർ ചെയ്ത് പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കിതിൽ സാധിക്കും എന്നർത്ഥം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഔട്ട്ലയർ പറഞ്ഞിരുന്നു, ഡാറ്റ ക്ലീനിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഔട്ട്ലയർ എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ റീഫോംഡ് ആയിട്ടുള്ള ഡാറ്റാസാണ് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ